പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ബുധനാഴ്ചയാണ്, മെയ് 14-ാം തീയതി. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മെയ് 14-ാം തീയതി ബുധനാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കളുടെ എല്ലാ വ്യാപാരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ ജോലികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താഗതികൾ, ഇന്നത്തെ സംസാരങ്ങൾ, ഇന്ന് സംഭവിക്കാനുള്ള വിഷയങ്ങൾ, ഇന്ന് തീരുമാനങ്ങൾ പരിശുദ്ധമ്മ ദൈവമതിനേൽപ്പിക്കുന്നു. ആശുപത്രിയിൽ കിടക്കരോഗിയിൽപ്പെട്ടിരിക്കുന്നവരും ഉണങ്ങാത്ത പരുവ് കരിഞ്ഞു പോണതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. ആ രോഗികൾക്കെല്ലാം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഉണങ്ങാത്ത പരുവുകൾ, വർഷങ്ങളും മാസങ്ങളുമായി ഉണങ്ങാതിരിക്കുന്ന പരുവുകൾ കരിഞ്ഞു പോകുന്നത് കർത്താവ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുട്ടിൻ്റെ പരുക്കൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അസ്ഥിക്ഷയങ്ങൾ, അസ്ഥിയുടെ ബലക്ഷയങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന്
ശരീരത്തിൽ കർത്താവ് ചൂട് കൂടുന്നതിന് മൂല കാരണങ്ങളുണ്ടാകുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളെ മുഴുവനായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ തിരുമുറുവാടുന്ന വലതുകരം, ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം, അങ്ങനെ ശരീരം മൊത്തത്തിൽ ചൂടാകുന്ന വ്യക്തികൾ, മൊത്തത്തിൽ രക്തം ചൂടാകുന്ന വ്യക്തികൾ, കോശങ്ങൾ ചൂടാകുന്ന വ്യക്തികൾ, ആകപ്പാട് ചൂട് കൊണ്ട് ഉറക്കമില്ലാത്ത വ്യക്തികൾ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, മറ്റു രോഗങ്ങളിലെല്ലാം ആധിക്യമുള്ളവർ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്ത ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. പരിശ്രമിച്ചിട്ടും പേർത്തും കർത്താവെ, അങ്ങനെ അവരുടെ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ, അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ ഉദ്യമങ്ങൾ, ഓരോ പരീക്ഷകൾ, ഓരോ ഇൻ്റർവ്യൂകൾ അവരെ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും, അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ, നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതിയെ പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, അതുതന്നെ പാർപ്പിടം, അതിൻ്റെ കേടുപാടുകൾ, അതുമൂലം ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ, വീടുള്ളതും ഇല്ലാത്തതും ഒരുപോലെ ആകുന്ന രീതിയിലുള്ള ചോർച്ചകൾ, അതിന് റിപ്പയർ ചെയ്യാൻ മാർഗമില്ലാത്തവർ, അതിന് ചെയ്യാതെ കഴിഞ്ഞാൽ ഭാഗോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ ആർക്കും തറവാടിനോട് താല്പര്യമില്ലാത്തവൻ്റെ പേരിൽ ആരും കാശ് മുടക്കാതെ ഇട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തറവാടുകൾ, അത് താമസിക്കുന്നതിന് വരുന്ന മക്കൾ, അവരുടെ മാനസിക അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഇരുട്ട് മൂടി കിടക്കുന്ന കുടുംബങ്ങൾ, മാനസികമായിട്ട് ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, സാമ്പത്തികമായി ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, പരസ്പര ബന്ധവും സ്നേഹവും ഇല്ലാതെ എവിടെയെങ്കിലും പോയാൽ മതി, വിറ്റ് ചുട്ട് കളഞ്ഞാൽ മതി, ഇന്ന് വിറ്റ് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പഴിചാരി ഭാരപ്പെടുന്ന വ്യക്തികളുടെ ജീവിതം കർത്താവിൻ്റെ കുരിശ് ഞാൻ ആ ഭവനത്തിൻ്റെ വാതിൽ നാട്ടുന്നു. പൈശാചികമായ സ്വാധീനങ്ങൾ അവിടെ നിന്ന് വിഴിഞ്ഞു പോയിട്ട് മാതാവിൻ്റെ മധ്യ ശിശു നാമത്തിൽ കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻസ് എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ കാലങ്ങളിലേക്ക് നമ്മൾ പുതിയ പരീക്ഷകളെല്ലാം പാസ്സായി പുതിയ ജീവിത മേഖലകളിലേക്ക് ഏത് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ പാടില്ലാതെ, എന്ത് തിരഞ്ഞെടുത്താൽ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നടക്കുന്നൊരു കാലമാണിത്. അവർക്കെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദിശാബോധം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാതിരിക്കാനും വേണ്ടി പരിശുദ്ധമായ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ യാത്രകളെ പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ, യാത്രയ്ക്ക് പോകുന്നവരെ, യാത്രയ്ക്ക് വേണ്ടി അനുതാരം ഒരുക്കുന്നവർ, യാത്രയ്ക്ക് വേണ്ടിയുള്ള രേഖകൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ള യാത്രയിലായിരിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ് ചില ഉത്തരങ്ങൾ അതുപോലെ തന്നെ ചില റിസൾട്ടുകൾ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് വരാൻ വേണ്ടി പരിശുദ്ധമായ ദേവമാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊലി പൊളിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. നെറ്റിയിലെ പൊളി ഉൾപ്പെടെ തൊലി പൊളിഞ്ഞു പോകുന്ന അസുഖങ്ങൾ, സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ, അത് എക്സിമ പോലുള്ള അസുഖങ്ങളെ സഹജ പ്രാർത്ഥന അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ തളിക്കപ്പെടുകയും ആ രോഗം പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന് മരുന്നില്ലെന്ന് പലപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ കേൾക്കുമ്പോൾ അതിന് എനിക്ക് മരുന്നില്ലാത്ത രോഗമാണല്ലോ വന്നെന്ന് ഓർത്ത് ആശങ്കപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളിലെ ഏറ്റവും വലിയ മരുന്നായ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ ആലേഖനം ചെയ്യുകയും അഭിഷിക്തരാകുകയും കർത്താവിൻ്റെ നാമത്തെ നിത്യമായ രോഗം സുഖപ്പെടുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ, സാമ്പത്തിക കൊടുക്കവാങ്ങലുകൾ, സ്ഥലത്തിൻ്റെ കൊടുക്കവാങ്ങലുകൾ, വെച്ചുമാറലുകൾ, ഇവിടെയെല്ലാം നീ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നിനക്ക് ദൈവികമായ സംരക്ഷണം യേശുനാമത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് എന്ന് ഏറ്റവും കൂടുതൽ ദൈവിക കൃപ ലഭിക്കുന്ന ഒരു വിഷയമാണ് ഈ മനസ്താപം എന്ന് പറയുന്നത്. മനസ്താപം ഭയങ്കരമായ ഒരു നടപടിക്രമമാണ്. സുവിശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ പറയുന്ന വാക്ക് മനസ്തപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിന്റെ 1:15 എടുത്തേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതാണ് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കാനും
സുവിശേഷം മനുഷ്യൻ നൽകുന്ന വാഗ്ദാനം പ്രാപിക്കാനും ഏറ്റവും മാർഗം സുവിശേഷത്തെ വിശ്വസിക്കുന്നതാണ്. അപ്പം നമ്മുടെ വിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാന വിളി എന്താണ്? ഇപ്പം ഞങ്ങളൊക്കെ വൈദികരായി, ശരി, പക്ഷേ അടിസ്ഥാന വിളി എന്താണ്? വൈദിക വൃത്തിയല്ല, സുവിശേഷത്തെ വിശ്വസിക്കുന്നതാണ്. ഈ സുവിശേഷത്തെ വിശ്വസിക്കുന്നവർക്ക് അവരെ വിശ്വസിക്കുമ്പോഴാണല്ലോ അവൻ പറയണ പോലെ ചെയ്യണേ. നമ്മൾ ഉടമ്പടിയുടെ ഉദ്ദേശം അത് തന്നെയാണല്ല. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവൻ പറയുന്നതിൽ വിശ്വസിക്കണ്ടേ? ഇവിടെയാണ് ഇത് വളരെ ശ്രദ്ധിക്കണം. അവൻ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യ പ്രിറെക്വിസിറ്റ് എന്താണ്? മുന്നാവശ്യം എന്താണ്? അനുദപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിന് വിരുദ്ധമായ എല്ലാ നടപടിക്രമങ്ങളും, നമ്മൾ ചെയ്തു പോയ വിഷയങ്ങളും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അനുതാപം ഉണ്ടാകണം. അല്ലാതെ ചില ആൾക്കാരൊക്കെ ഇല്ലേ, ഒരു 3 പ്രാവശ്യം ബൈബിൾ എഴുതി എന്നൊക്കെ പറയത്തില്ലേ, അത് നല്ല കാര്യമാണ്. പക്ഷേ ആ അടിസ്ഥാനം നമ്മുടെ ലൈഫ് എന്താണ്? ബൈബിൾ എഴുതുകയല്ലല്ല ശരിക്കും. ആദ്യം ബൈബിള് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം. ഈ ബൈബിൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആദ്യം അനുദപിച്ചിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാൻ. കാര്യം അനുദപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുതാപം എന്താണ്? ഇപ്പോൾ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെറ്റാഫിസിക്കൽ മീനിങ് ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. എന്താ? ടൈം ഈസ് എ മെഷർമെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്. ഒരു ചലനങ്ങളുടെ ആകത്തുകയാണ് സമയം. പക്ഷേ വാട്ട് ഈസ് കൺട്രിഷൻ? അനുതാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്? ദൈവസ്നേഹം അംഗീകരിക്കലാണ്. ദൈവസ്നേഹത്തെ അംഗീകരിക്കലാണ്. അപ്പോൾ ദൈവസ്നേഹത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിനയപ്പെടാനും അതുപോലെ തന്നെ ആവശ്യമുള്ളയിടത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ആവശ്യമുള്ള വിഷയത്തിൻ്റെ മേലെ ഈ ദൈവസ്നേഹം അംഗീകരിക്കുന്ന വ്യക്തികളിലാണ് ദൈവം സാന്നിധ്യം നൽകണത്. ഒരു ഡോർ ഓപ്പൺ ചെയ്യണ പോലെയാണ്. അപ്പം അനുതാപം എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. അപ്പോൾ എനിക്കൊരു അനുതാപത്തിൻ്റെ ആവശ്യമില്ല, ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറയാം. ചില ആൾക്കാരങ്ങനെ പറഞ്ഞു. അനുതാപം എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്കാർ പറയണത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ പാപികളാണ് പള്ളിയിൽ പോകണമെന്ന് പറയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ആൾക്കാർ. പക്ഷേ അനുതാപം വാട്ടിച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കായിട്ട് എന്താണത്? ദൈവസ്നേഹത്തെ അംഗീകരിക്കുകയാണ്. ഓപ്പൺ ടു ദി സ്പിരിറ്റ് അല്ല, ഓപ്പൺ ടു ദി ലവ് ഓഫ് ഗോഡാണ്. വാട്ട് ഈസ് കൺട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് കൺട്രീഷൻ? കൺട്രീഷൻ ഈസ് ഓപ്പൺ ടു ദി ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള തുറവിയാണ് അനുതാപം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ജീവിതക്രമം രൂപീകരിക്കും. ആ ജീവിതക്രമമാണ് നമുക്ക്, ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ജീവിതക്രമമാണ് നമുക്ക് സുവിശേഷം തരണത്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, അവൻ്റെ ഉടമ്പടി 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഉണ്ടല്ലേ, അത് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ്. കാര്യം ദൈവതിരുസന്നിധിയിൽ ദൈവത്തോട് സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദൈവവിളി എന്ന് പറയണം. നമുക്ക് ഏറ്റവും വലിയ ദൈവവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തോട് സത്യസന്ധരായിരിക്കുക. അപ്പോൾ ദൈവത്തോട് സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളോടും സത്യസന്ധത പുലർത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൈവസ്നേഹത്തിന് എതിരായിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ എടുത്ത് പെറുക്കി കളയണമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോകുമ്പോഴാണ് വലിയ വിപത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ പല പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും. എന്ന് വെച്ചാൽ എന്താ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം? അമ്മ അങ്ങനെയായിരുന്നു, ആവശ്യമില്ലാത്ത എല്ലായിടത്തും അയാൾ സംസാരിക്കുന്നത്, ആവശ്യമുള്ളവരും പോലും സംസാരിക്കത്തില്ല. അത് മിണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ കാലാന്തരത്തിൽ ശരിയായിക്കൊള്ളും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഇപ്പം തന്നെ ശരിയാക്കി കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിലത് ശരിയാകത്തില്ല. കാര്യം അവർ നമ്മൾക്ക് പ്രാർത്ഥിക്കാനൊരു അവസരമാണ് അവർ തരണത്. നമ്മളെ മനസ്സിലാക്കാത്തവർ ഈശോ എന്താ പറഞ്ഞിരിക്കണത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ,
നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരാരാണ്? അവർ നമ്മളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ്. അതാണ് ഈശോ പറയണത്. അവർ ചെയ്യുന്ന എന്തെന്ന് അവരെ അറിയുന്നില്ല, അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവർക്ക് അതിൻ്റെ മനസ്സിലാകുന്നില്ലെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ ക്ഷമിക്കണമേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുതാപം എന്ന് പറയുന്നത് ഓപ്പൺനെസ് ടു ദി ലവ് ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സൊരുക്കമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബേസിക് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അനുതപിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളും ദൈവസ്നേഹത്തിൽ നിറയാൻ എല്ലാ പ്രതികൂല അവസരങ്ങളും ആ പ്രതികൂലങ്ങളെല്ലാം അനുകൂലമാക്കണത് ആ മേഖലയിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലവ് ഓഫ് ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ്. അപ്പോൾ ഒരു നല്ല ദിവസം നിശ്ചയിക്കുകയാണ്. ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹം തന്നെ നിറയാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോവുക. അതിനാണ് ഈ അനുതാപം എന്ന് പറയുന്നത്. അല്ല, അനുതാപം എന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് പോസിറ്റീവാണ്. ദൈവസ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടിയുള്ള നമ്മുടെ തീരുമാനത്തിൻ്റെ പേരാണ് അനുതാപം. താങ്ക് യു.